കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധി തന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി നികേഷിനെ കൂട്ടിക്കൊണ്ട് തന്നെ അവിടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ സുധീഷും ആകെ ടെൻഷനിലായിരിക്കും. വീട്ടിലിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ആകെപ്പാട് ടെൻഷൻ അടിച്ചുകൊണ്ടായിരിക്കട്ടെ സുധീഷ് നേരെ ഹരീഷിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. വർക്ക്ഷോപ്പിലേക്ക് ചെന്നുകൊണ്ട് തന്നെ അവിടെ തൻ്റെ മനസ്സിലുള്ള ആകുലതകളൊക്കെ ഹരീഷിനോട് പറയും. ഇനിയിപ്പോൾ നിധി വീട്ടിലേക്ക് പോയതിനു ശേഷം തിരികെ ഇങ്ങോട്ടേക്ക് പോരുമോ അതോ ഇനി എന്താവുമോ എന്നൊന്നും അറിയാനില്ലെന്ന് ഒരു പിടിയുമില്ല എന്നൊക്കെ ഇങ്ങനെ സുധീഷ് പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, നീ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഇരിക്കുക എന്ന്. എന്നാലും എനിക്ക് ഭയങ്കര പേടിയാടാ എന്ന് സുധീഷ് ആവർത്തിച്ചു. ഹരീഷും സുധീഷും കൂടി എപ്പോൾ നോക്കിയാലും വഴക്കാണല്ലോ. കണ്ണി നോക്കി സംസാരിച്ച അപ്പോൾ തുടങ്ങും അവരുടെ അടി. അങ്ങനെ ഈ ഒരു സംസാരത്തിനിടയിലും പതിവ് പോലെ തന്നെ അവർ രണ്ടുപേരും കൂടുതലങ്ങ് വഴക്കായി. സുധീഷ് പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ പോയിട്ടുണ്ടെങ്കിൽ അത് എനിക്കല്ലേടാ വിഷമം. അതുമാത്രമല്ല അവളെപ്പോലെ ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ എനിക്ക് കിട്ടിയതിൽ നിനക്ക് അസൂയാണ് എന്നൊക്കെ പറയും. ഹരീഷാണെങ്കിൽ വിട്ടു കൊടുക്കുന്നില്ല. ഹരീഷ് പറയുന്നുണ്ട്, എടാ അവൾ അങ്ങനെ നിന്നെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്നൊക്കെ പറയും. വീണ്ടും ഹരീഷും സുധീഷും അവിടെ വാക്ക് തർക്കങ്ങൾ ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടെ ചന്തു ഒരു ഗ്ലാസ് ജ്യൂസ് വാങ്ങിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ചന്തുവിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഹരീഷ് പറഞ്ഞിട്ട്, നീ അവന് ജ്യൂസ് ഒന്നും വാങ്ങിച്ചു കൊടുക്കണ്ട എന്ന്. അന്നേരം സുധീഷ് പറഞ്ഞിട്ട്, അല്ലെങ്കിലും ആർക്ക് വേണം നിന്റെ ജ്യൂസൊക്കെ? വേണമെങ്കിൽ നീ തന്നെ അതങ്ങ് കുടിച്ചോ, അല്ലെങ്കിൽ പിന്നെ അത് നിന്റെ തലയിലൂടെ അങ്ങ് ഒഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് ഇറങ്ങി പോവാണ്. നിധി ഇനി എങ്ങാനും തിരിച്ചു വരുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ സുധീഷ് ആകെ സങ്കടത്തിലായിരിക്കും. സങ്കടവും ദേഷ്യവും കൊണ്ട് തന്നെ സുധീഷ് അവിടെ നിന്ന് പോകും. കാരണം ഒരു ആശ്വാസത്തിന് വേണ്ടിയാണല്ലോ ഹരീഷിൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുന്നത്. എന്നാൽ ഹരീഷ് ആണെങ്കിൽ തന്നോട് കാരണമില്ലാതെ ദേഷ്യപ്പെടുന്നു. ഇനി എന്തായി തീരുമെന്നോർത്തിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. നികേഷിൻ്റെ കൂടെയാണല്ലോ നിധി പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ അവൾ ചെന്ന് കഴിഞ്ഞാൽ അവനെ അടിച്ചിറക്കി വിട്ടിട്ട് അവളെ പിടിച്ച് അകത്തേക്ക് കയറ്റുമോ അതോ അവളെ ഇനി ഇങ്ങോട്ടേക്ക് വിടാതിരിക്കുമോ എന്നൊക്കെയായിരുന്നു സുധീഷിൻ്റെ ഉള്ളിലെ വിഷമം. ഇതേ സമയത്ത് തന്നെ സാന്ദ്ര പറഞ്ഞതനുസരിച്ച് നികേഷും നിധിയും കൂടി ആ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അവിടെ വരെ അവർ ഓട്ടോയിലാണ് പോയിരുന്നത്. അതുവരെ എത്തിയതിനു ശേഷം സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സാന്ദ്രയോട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറയണമെന്നായിരുന്നു നിധിയുടെ മനസ്സിൽ. അങ്ങനെയാണെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് കിട്ടിയ പെട്ടെന്ന് തന്നെ തിരിച്ചു പോരാമല്ലോ. വീട്ടിലേക്ക് ഏതായാലും പോവണ്ട. വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും. ആ സമയത്ത് അവർ കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും എന്നൊക്കെ കരുതിയിട്ടാണ്ടോ അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുവരാനൊക്കെ സാന്ദ്രയോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നിധിയുടെ നാടെത്തിയ സമയത്തിന് നികേഷ് പറഞ്ഞിട്ട്, സംഗതി കൊള്ളാലോ, നിധിയേട്ടത്തിയുടെ നാടൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറയും. ആ സമയത്തിന് നിധി പറഞ്ഞിട്ട്, നമ്മൾ ഏതായാലും ഇവിടെ എത്തി. പക്ഷേ ഇനിയിപ്പോൾ എവിടെ വെച്ചാണ് സാന്ദ്രേച്ചി സർട്ടിഫിക്കറ്റ് തരുന്നത് എന്നറിയണമല്ലോ. ഞാൻ ഏതായാലും സാന്ദ്രേച്ചിയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നൊക്കെ പറയാണ്. അങ്ങനെ നിധി ഏതായാലും സാന്ദ്രയെ ഒന്ന് വിളിച്ചു നോക്കുന്നുണ്ട്. ഈ സമയത്ത് സാന്ദ്രയാണെങ്കിൽ ഹേമക്ക് ഒരു ഗ്ലാസ് ചായക്കെടുത്ത് കൊണ്ടുകൊടുക്കാൻ തുടങ്ങുകയായിരുന്നു. വേഗം തന്നെ ഹേമക്ക് ആ ഒരു ചായ കൊണ്ടുകൊടുത്തതിന് ശേഷം സാന്ദ്ര വന്നിട്ട് കോൾ നോക്കുന്ന സമയത്തന്നെ നിധി ആയിരിക്കും വിളിച്ചിരിക്കുന്നത്. സാന്ദ്ര പറഞ്ഞിട്ട്, അമ്മേ ദേ നിധിയാണ് വിളിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് തന്നെ അവളാണെങ്കിൽ ഫോൺ എടുക്കുമെന്ന് പറയും ഹേമ. എന്നിട്ട് ലൗഡ് സ്പീക്കറിൽ ഇടാൻ പറഞ്ഞു. അങ്ങനെ സാന്ദ്ര ഫോൺ എടുത്ത് സ്പീക്കറിലേക്ക് ഇട്ടു. ആ സമയത്തിന് നിധി പറയുന്നുണ്ട്, അതെ സാന്ദ്രേച്ചി, ഞാൻ ഇവിടെ തക്കല സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ചേച്ചി എങ്ങോട്ടേക്കാണ് സർട്ടിഫിക്കറ്റ്സുമായിട്ട് വരുന്നത്? അത് കേട്ട ഉടനെ തന്നെ സാന്ദ്ര ഒരു നിമിഷം വന്ന് ഹേമയെ പേടിച്ചു നോക്കി. ഹേമ പെട്ടെന്ന് തന്നെ കൈ കൊണ്ട് ആംഗ്യം കാണിച്ചു അവളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ എന്ന്. സാന്ദ്ര പറയുന്നുണ്ട്, അതെ നിധി, നീ ഒരു കാര്യം ചെയ്യേ, നീ ഇങ്ങോട്ടേക്ക് തന്നെ ഇങ്ങ് പോര്. എന്ത്, വീട്ടിലേക്കോ? ഏയ് ഞാനില്ല, അത് ശരിയാവില്ല എന്ന് പറയാണ് നിധി. ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത് അച്ഛനും അമ്മക്കൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് നിധി പറഞ്ഞു. ഇത് കേട്ടതോടു കൂടി തന്നെ സാന്ദ്ര കള്ളം പറയാണ്. അതെ, അച്ഛനും അരുണേട്ടനൊക്കെ ഇവിടെ ഇല്ല, അവരൊക്കെ പുറത്തു പോയേക്കുവാണ്, അവരൊക്കെ കമ്പനിയിൽ പോയേക്കുവാണ്. ഇപ്പം ഇവിടെ നിന്നും പോയതേ ഉള്ളൂ. ഇനി ഏതായാലും ഇപ്പോഴൊന്നും ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല എന്നൊക്കെ പറയും. അന്നേരം അമ്മ ഉണ്ടാകില്ലേ, അമ്മക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്ന് നിധി ചോദിച്ചു. ഏയ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, അമ്മയാണ് എന്നോട് പറഞ്ഞത് നിനക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്തു തന്നോളാന്. സർട്ടിഫിക്കറ്റ്സ് കൊടുക്കാൻ വേണ്ടി അമ്മ പറഞ്ഞോ എന്ന് നിധി അത്ഭുതപ്പെട്ട് ചോദിച്ചു. അന്നേരം സാന്ദ്ര പറയുന്നത്, അതേ മോളെ, ഞാൻ ഈ കാര്യം അമ്മയോടാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ അമ്മ തന്നെയാണ് അൽമാരയുടെ കീയൊക്കെ എനിക്ക് എടുത്തു തന്നതും സർട്ടിഫിക്കറ്റ്സൊക്കെ എടുത്തു വെച്ചതും. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു നിനക്കവിടെ നിൽക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ല എന്ന്, ഒരു ജോലിക്ക് പോകാനാണെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ എന്നാ പിന്നെ നല്ല കാര്യത്തിനല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അമ്മ സർട്ടിഫിക്കറ്റ്സൊക്കെ എടുത്തു തന്നു എന്നൊക്കെ പറയും. പിന്നെ അച്ഛനും ഏട്ടനും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിന്നോട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാങ്ങിക്കാനാണ് അമ്മ പറഞ്ഞത് എന്നൊക്കെ പറയട്ടെ സാന്ദ്ര.
എന്നാൽ സാന്ദ്രയുടെ വാക്ക് കേട്ടതൊന്നും തന്നെ നിധിക്ക് അത്രങ്ങ് വിശ്വാസം വന്നില്ല. അല്ല, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും. എന്ത് പ്രശ്നം മോളെ, നീ ഇങ്ങോട്ടേക്ക് ധൈര്യമായിട്ട് പോരെയെന്ന് സാന്ദ്ര ഉറപ്പ് കൊടുത്തു. നിധിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഫോണ് കട്ട് ചെയ്തു. പിന്നീട് സാന്ദ്ര ഹേമയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ, നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ചതിയല്ലേ? അവൾ എന്നെ അത്രക്കും വിശ്വസിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അത് കേട്ട ഉടനെ തന്നെ ഹേമ പറഞ്ഞു, അവൾ ഇങ്ങോട്ടേക്ക് വരട്ടെ, ഇവിടെ വന്നിട്ട് തിരികെ അവൾ പോകണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. അമ്മേ, അതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് സാന്ദ്ര ചോദിച്ചപ്പോൾ ഹേമ ദേഷ്യപ്പെടാണ്. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നിനക്കെന്തിനാ അവളോട് ഇത്രമാത്രം സെൻറ്റിമെൻറ്റ്സ്? അവൾ നമ്മളോട് ചെയ്തത് എന്താണെന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ടെന്ന് ഹേമ ദേഷ്യപ്പെട്ട് പറയാണ്. ആ സമയത്ത് നികേഷൻ നിധിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടത്തി സാന്ദ്രേച്ചി എന്താ പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം നിധി പറയുന്നുണ്ട്, അതെ, നമ്മളോട് വീട്ടിലേക്ക് ചെല്ലാനാ പറഞ്ഞത്. വീട്ടിലേക്കോ? അതെന്തായെന്ന് നികേഷ് ചോദിച്ചു. സർട്ടിഫിക്കറ്റ്സ് അവിടെ ചെന്ന് വാങ്ങിക്കാനാണ് പറഞ്ഞത്. അച്ഛനും ചേട്ടനൊന്നും അവിടെ ഇല്ലെന്നും അമ്മ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു. അമ്മ തന്നെ സർട്ടിഫിക്കറ്റ്സ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ നികേഷിന് ചെറിയൊരു സമാധാനം തോന്നി. പക്ഷേ നിധിക്ക് എപ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്കെന്താണെന്ന് അറിയില്ല നികേഷേ, എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്ന് നിധി പറഞ്ഞു. എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? വീട്ടിൽ പോകുന്നു, സർട്ടിഫിക്കറ്റ്സ് വാങ്ങിക്കുന്നു, വരുന്നു. അത്രയും ഈസിയാണെന്നാണ് നികേഷ് കരുതിയത്. നികേഷ് ചോദിക്കുന്നുണ്ട്, അല്ലേ ഏട്ടത്തി, എന്തെങ്കിലും കഴിക്കണോ? വാ, നമുക്ക് കഴിക്കാമെന്ന് പറയും. അന്നേരം നിധി പറയുന്നുണ്ട്, വേണ്ട, എനിക്ക് വിശക്കുന്നില്ല, ഇത്തിരി വെള്ളം കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് നിധി പറഞ്ഞു. ഏട്ടത്തി, ഇവിടെ ഇരുന്നോ, ഞാൻ പോയിട്ട് വെള്ളം വാങ്ങിച്ചു വരാമെന്നൊക്കെ പറഞ്ഞ് നികേഷ് പോയിട്ട് ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. വെള്ളമെല്ലാം കുടിച്ചതിന് ശേഷം നിധി പറഞ്ഞു, ഇവിടുന്ന് 3 കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക്, നമുക്കൊരു ഓട്ടോക്ക് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി വീണ്ടും ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്കൊക്കെ ആ ഒരു ഓട്ടോയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിധി നന്നായി ടെൻഷൻ അടിക്കുന്നുണ്ട്. വീട്ടിൽ ചെന്ന എന്താവുമെന്ന് ഓർത്തുകൊണ്ടാണ് ആദി. നികേഷ് ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടത്തമ്മേ, മുഖം എന്താ വല്ലാതിരിക്കുന്നത്? വീട്ടിലെ കാര്യം ഓർത്തുകൊണ്ടാണോ? പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് നികേഷ് ധൈര്യം കൊടുത്തു. പക്ഷേ നിധിയുടെ മനസ്സ് നിറയെ ഭയമായിരുന്നു. ഇതേ സമയത്തിന് സുധീഷ് ഒട്ടും സമാധാനമില്ലാതെ നേരെ സുഭാഷിൻ്റെ പണി സൈറ്റിലേക്ക് ചെല്ലുന്നുണ്ട്. സുഭാഷ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം സംസാരിച്ചിട്ടും സുധീഷിന് ഒരു സമാധാനവും കിട്ടുന്നില്ല. സുധീഷ് അവിടെ ഇരിക്കുമ്പോൾ സുഭാഷ് പണിയിലായിരുന്നു. പിന്നീട് സുധീഷ് വിളിച്ചു, ചേട്ടാ, ഇങ്ങോട്ടേക്കൊന്ന് വരാമോ? എടാ, ഞാൻ ഇവിടെ വന്നു നിന്നാലെങ്ങനെയാടാ ഇവിടുത്തെ പണി നടക്കുന്നത് എന്ന് സുഭാഷ് ചോദിച്ചു. ചേട്ടാ, ഇവിടെ ചേട്ടൻ്റെ അനിയൻ ആകെപ്പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നിൽക്കുമ്പോഴാ ചേട്ടൻ്റെ ഒരു പണി. ഒന്ന് വന്നിരിക്ക്, ഒരു 2 മിനിറ്റ് എന്നോടൊന്ന് സംസാരിക്കുക എന്ന് പറയാണ് സുധീഷ്. അന്നേരം സുഭാഷ് അവിടെ വന്നിരുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ നിന്റെ പ്രശ്നമെന്ന്. അതെ, അവൾ തിരിച്ചു വരുമോ ചേട്ടാ? നിധി പോയിട്ട് ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമോ എന്ന് സുധീഷ് ചോദിച്ചു. എടാ, നീ എത്രാമത്തെ തവണയാടാ ഇത് തന്നെ ഇങ്ങനെ ചോദിക്കുന്നത്? ഒരു 100ാമത്തെ തവണയായി കാണും. ഞാൻ പറഞ്ഞല്ലോടാ, അവൾ വരുമെന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. സുഭാഷ് പറഞ്ഞു. ഏട്ടാ, എനിക്ക് പേടിയുണ്ട് സുഭാഷ് ഏട്ടാ. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ നികേഷിനെ പേടിപ്പിച്ച് വിട്ടിട്ട് അവളെ അവിടെ തടഞ്ഞു വെക്കുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് പറയും. എടാ, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് സുഭാഷ് പറഞ്ഞു. എടാ, നിനക്ക് ഇത്ര മാത്രം പേടിയാണെങ്കിൽ നിനക്ക് തന്നെ അവളുടെ കൂടെ അങ്ങ് പോയിക്കൂടായിരുന്നോ എന്നും ചോദിക്കാട്ടോ. എന്തിനാടാ നീ അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്? നീ തന്നെയല്ലേ പറഞ്ഞത് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജോലി കിട്ടുമെന്ന്. അത് പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു ഏട്ടാ. ഏട്ടൻ ആർക്കിടെക്റ്റ് ആണെന്ന് ഞാൻ അവളോട് കള്ളം പറഞ്ഞു പോയല്ലോ. അപ്പോൾ ചേട്ടനോട് ചോദിച്ചാൽ ജോലി കിട്ടുമെന്ന് കരുതി. അവൾക്ക് സർട്ടിഫിക്കറ്റ്സ് വേണമെന്ന് തോന്നി. എങ്ങനെയെങ്കിലും അത് ഒഴിവായി പോവട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങ് പറഞ്ഞതാണ്. അതിപ്പോൾ ഇങ്ങനൊരു കുരിശാവുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ലല്ലോ എന്നൊക്കെ പറയാണ് സുധീഷ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, നീ അവളെ സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? സുഭാഷ് ചോദിച്ചു. അതേ ഏട്ടാ, എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള കള്ളങ്ങളൊക്കെ പറഞ്ഞത്. എനിക്ക് അവളെ സ്വന്തമാക്കണം. അവൾ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ നിൽക്കാൻ പോലും പറ്റില്ല. അവൾ വന്നതിന് ശേഷം ആ വീട്ടിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായതെന്ന് ചേട്ടൻ അറിയാമല്ലോ. അത് ശരിയാണെന്ന് സുഭാഷും സമ്മതിച്ചു. അവളൊരു മഹാലക്ഷ്മി തന്നെയാണെന്ന് സുഭാഷ് പറയുന്നുണ്ട്. ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയും വലിയ വീട്ടിലെ ഒരു പെൺകുട്ടി നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് അടിച്ചു വാരുന്നു, നിലവിളക്ക് കത്തിക്കുന്നു. എന്തൊരു ഐശ്വര്യമായിരുന്നു ആ വീട്ടിൽ. അപ്പോൾ അവൾ പോയി കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് കയറാൻ പോലും തോന്നില്ല. സുധീഷ് പറഞ്ഞു. എനിക്ക് പേടി അതൊന്നുമല്ല ഏട്ടാ. അവളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇനി അവളുടെ അമ്മ വല്ല ആത്മഹത്യാശ്രമം നടത്തുമോ എന്നാണ്. അവളുടെ അച്ഛൻ ചെയ്തതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തി അവളെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? എടാ, നീ ഇങ്ങനെയുള്ള മോശം കാര്യങ്ങളൊന്നും ചിന്തിക്കരുത് എന്ന് പറയാണ് സുഭാഷ്. അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞു പോയതല്ലേ. അവൾ വാക്ക് പാലിക്കുന്ന പെണ്ണാണെന്ന് സുഭാഷ് പറഞ്ഞു. അപ്പോഴേക്കും അവിടുത്തെ ഒരു പണിക്കാരൻ വന്ന് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, വിശക്കുന്നുണ്ട്, ആഹാരം കഴിക്കട്ടെ എന്ന്. സുഭാഷ് കഴിച്ചോളാൻ പറഞ്ഞു. സുധീഷിനോട് കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറയാണ്. സുഭാഷ് ചോദിച്ചു, നീ വന്നപ്പോഴേക്കും നിനക്ക് കൂടെ കരുതിയിട്ടില്ലല്ലോടാ എന്ന്. സാരമില്ല എന്ന് പറഞ്ഞ് സുധീഷ് പണിക്കാരനോടൊപ്പം ഇരുന്ന് കഴിക്കാൻ തുടങ്ങി.
അന്നേരം സുഭാഷ് അത് നോക്കി നിൽക്കാണ്. പണിക്കാരൻ വിളിച്ചപ്പോൾ താൻ പിന്നെ കഴിച്ചോളാമെന്ന് സുഭാഷ് പറഞ്ഞു. സുധീഷ് പറയുന്നുണ്ട്, അവൾ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ പ്രണയം സെറ്റാവുകയുള്ളൂ. ഞാൻ അവളുടെ ഭർത്താവല്ലേ, പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടല്ലേ കല്യാണം കഴിച്ചത്. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ അവൾക്ക് എന്നെ ഇഷ്ടമില്ലായിരുന്നു. അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നണമെങ്കിൽ അവൾ ആ വീട്ടിൽ തന്നെ വേണമേട്ടാ. അതൊക്കെ ഓർത്തപ്പോൾ സുഭാഷിന്റെ വിശപ്പ് പോലും അങ്ങ് കെട്ടുപോയി. കുറച്ചു കഴിഞ്ഞ് നിധിയും നികേഷും കൂടി നിധിയുടെ വീടിന് മുന്നിലേക്ക് ഓട്ടോയിൽ വന്നിറങ്ങി. വഴിയിൽ നിന്ന് 2 ചേച്ചിമാർ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ നിധിയെ കണ്ടപ്പോൾ പറഞ്ഞു, ഇത് രാജീവന്റെ മോളല്ലേ, ഏതോ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി പോയതല്ലേ എന്നൊക്കെ. അതൊക്കെ കേട്ടപ്പോൾ നിധിക്ക് നന്നായിട്ട് സങ്കടം വന്നു. നികേഷ് ചോദിക്കുന്നുണ്ട്, ഇതാണോ ഏട്ടത്തിയുടെ വീട് എന്ന്. അതേ എന്ന് നിധി പറഞ്ഞു. വലിയൊരു ഗേറ്റും മതിലുമൊക്കെയായിരുന്നു. അകത്തേക്ക് വരുമ്പോൾ നികേഷും ചുറ്റും നോക്കി. പക്ഷേ ആരെയും കണ്ടില്ല. സിറ്റ് ഔട്ടിലേക്ക് വന്നപ്പോൾ ഹേമയും സാന്ദ്രയും അവിടെ ഇരിക്കുന്നത് കണ്ടു. നിധിയെ കണ്ടപ്പോൾ സാന്ദ്ര ഓടി വന്നു കൊടുത്തിന് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിധി പിന്നെ തൻ്റെ അമ്മയെ നോക്കിയപ്പോൾ അമ്മ തല കുനിച്ച് പിടിച്ചിരിക്കുകയാണ്. മകളെ ഒന്ന് നോക്കുന്നത് പോലുമില്ല. നിധി ചോദിച്ചു, സാന്ദ്രജി, എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എവിടെ? തരാം, നീ സമാധാനിക്കുക എന്നൊക്കെ പറഞ്ഞ് സാന്ദ്ര അകത്തേക്ക് കയറ്റി. നിധിക്ക് അമ്മയോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പേടിയുണ്ടെങ്കിലും അവൾ അടുത്തേക്ക് ചെന്നിട്ട് അമ്മയെ എന്ന് വിളിച്ചു. ഹേമ തലയുയർത്തി നോക്കി. നികേഷിനെ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട്, അവൻ ആരാണ് എന്ന്. സുധീഷിന്റെ അനുജനാണെന്ന് പരിചയപ്പെടുത്തുമ്പോൾ ആരാണെങ്കിലും അവനോട് ഗേറ്റിന്റെ വെളിയിൽ നിൽക്കാൻ പറയാമെന്ന് ഹേമ കടുപ്പിച്ച് തന്നെ പറഞ്ഞു. നികേഷ് പറഞ്ഞു, ഏട്ടത്തി കുഴപ്പമില്ല, ഞാൻ പുറത്തു നിന്നോളാമെന്ന് പറഞ്ഞു കൊടുത്തിന് നികേഷ് തിരിഞ്ഞു നടന്നു. അവൻ ഗേറ്റിന് വെളിയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സാന്ദ്ര നിധിയോട് അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. അമ്മ പോയത് കണ്ട് നിധിക്ക് മടിയാണെങ്കിലും സാന്ദ്ര നിർബന്ധിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കൂട്ടി. അകത്തേക്ക് കയറിയ നിധി കണ്ടത് ഞെട്ടിക്കുന്നൊരു കാഴ്ചയായിരുന്നു. ആട്ടുകട്ടിലിൽ രാജീവൻ ഇരിക്കുന്നു. അച്ഛൻ ഇവിടെ ഇല്ലെന്നാണ് സാന്ദ്ര പറഞ്ഞത്. പക്ഷേ അച്ഛൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അരുണും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിധി പേടിയോടുകൂടെ തന്നെ അവരേക്ക് നോക്കി. അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് സുഖമാണോ എന്ന് ചോദിച്ചു. രാജീവൻ മുഖം തിരിച്ചു. ഹേമ പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ ആരുടെയും മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നീ ഡ്രൈവറുടെ കൂടെ പോയപ്പോൾ ഞങ്ങൾ അനുഭവിച്ച വേദന എത്രമാത്രമാണെന്ന് നിനക്കറിയാമോ? അരുൺ പറയുന്നുണ്ട്, നീ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ വേറൊരുത്തൻ്റെ മുന്നിൽ തല കുനിച്ചു കൊടുത്തതല്ലേ. കൂടുതലൊന്നും നീ പറയണ്ട. തൻ്റെ അന്നേരത്തെ സാഹചര്യം അതായിരുന്നു എന്ന് നിധി പറഞ്ഞുവെങ്കിലും ആരും തന്നെ അത് കേട്ടില്ല. ഹേമ പറയുന്നത്, നിനക്ക് ജോലിക്ക് പോവാൻ ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് ഒന്നും തരുന്നില്ല. നീ ഇനി ഇവിടെ നിന്നും ഒരിടത്തേക്കും പോവാനും പോകുന്നില്ല എന്ന് പറയും. എന്നാൽ അത് കേട്ടതോടുകൂടി തന്നെ നിധി ആകങ്ങ് തകർന്നു പോവാണ്. നിധി ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഹേമയുടെ വാക്കുകൾ കേട്ട് അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. സർട്ടിഫിക്കറ്റ്സ് തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് തന്നെ ഇങ്ങോട്ടേക്ക് വരുത്തിയത് വലിയൊരു കെണിയായിരുന്നു എന്ന് അവൾ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. സാന്ദ്രയുടെ മുഖത്തേക്ക് അവൾ ദയനീയമായി നോക്കി. പക്ഷേ സാന്ദ്ര കുറ്റബോധം കൊണ്ട് തല താഴ്ത്തി നിൽക്കുകയായിരുന്നു. ഹേമ തൻ്റെ കൈ കടുപ്പിച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിധി, നീ ഇനി ആ പടി ഇറങ്ങില്ല. ഞങ്ങൾ അനുഭവിച്ച നാണക്കേടിന് നീ ഇനി അനുഭവിക്കാൻ പോകുന്ന ശിക്ഷയാണ് എന്നൊക്കെ പറയും. ഈ സമയം പുറത്ത് ഗേറ്റിനകത്തേക്ക് കാത്തു നിൽക്കുന്ന നികേഷിൻ്റെ ഉള്ളിൽ ചെറിയൊരു ആദി തുടങ്ങി. സമയം ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു. ഏട്ടത്തിയമ്മയെ ഇത്ര നേരമായിട്ടും കാണാത്തതെന്താണെന്ന് അവൻ വ്യാകുലതപ്പെട്ടു. ഗേറ്റിൻ്റെ ഇടയിലൂടെ നോക്കിയപ്പോൾ അകത്തെന്തോ ബഹളം നടക്കുന്നത് പോലെ അവന് തോന്നി. അവൻ പതിയെ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് വരാൻ ശ്രമിച്ചപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിയും അരുൺ ചേർന്ന് കൊണ്ടതിനെ അവനെ തടഞ്ഞു. എടാ, നീ പുറത്തു നിൽക്കാനല്ലേ നിന്നോട് പറഞ്ഞത് എന്ന് അവരുൺ ആക്രോശിച്ചു. നികേഷ് വിട്ടില്ല. എൻ്റെ ഏട്ടത്തിയമ്മയെ എനിക്ക് കാണണം. സർട്ടിഫിക്കറ്റ്സ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഉടനെ തന്നെ പൊയ്ക്കോളാമെന്ന് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അകത്ത് നിധി അച്ഛൻ്റെ കാല് പിടിച്ച് കരയായിരുന്നു. അച്ഛ, പ്ലീസ് എന്നെ പോവാൻ അനുവദിക്കണം. എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒന്ന് എനിക്ക് തരണം. അവിടെ ഞാൻ സുരക്ഷിതയാണ്. സുധീഷിനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നൊക്കെ അവൾ കേണു പറഞ്ഞു. പക്ഷേ രാജീവൻ ഒരു കരിങ്കല്ല് പോലെ തന്നെ ഇരുന്നു. അരുൺ നികേഷിനെ പിടിച്ച് ഗേറ്റിൻ്റെ പുറത്തേക്കങ്ങ് തള്ളിയിട്ട് പൂട്ടി. എന്നാൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നികേഷ് നേരെ സുധീഷിനെ വിളിക്കുന്നുണ്ട്. ഏട്ടാ, സംഗതി പണ്ട് കേടാണ്. അവർ ഏട്ടത്തിയമ്മയെ അകത്തെ പൂട്ടിയിരിക്കുകയാണ്. എന്നെ അകത്തേക്ക് പോലും കയറ്റുന്നില്ല എന്ന് അവൻ കരച്ചിലിൻ്റെ വക്കിലൂടെ പറഞ്ഞു. ഇത് കേട്ട സുധീഷിൻ്റെ സ്ഥലകാല ബോധം പോലുമില്ലാതെ വർക്ക്ഷോപ്പിൽ നിന്നും തൻ്റെ ബൈക്കെടുത്ത് നേരെ അങ്ങോട്ടേക്ക് പാഞ്ഞു. സുഭാഷേട്ടൻ പുറകിൽ നിന്നും വിളിച്ചെങ്കിൽ പോലും അവൻ അതൊന്നും കേട്ടില്ല. സുധീഷ് നിധിയുടെ വീടിനേക്ക് മുന്നിലെത്തുമ്പോൾ നികേഷ് ആകെ തകർന്നു നിൽക്കുമായിരുന്നു. സുധീഷ് ഗേറ്റിൽ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ട് തന്നെ നിലവിളിക്കുന്നുണ്ട്. നിധി, നിധി, ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നിലവിളിക്കുന്നുണ്ട്. ഈ സമയത്തിന് നിധിയാണെങ്കിൽ തൻ്റെ സർട്ടിഫിക്കറ്റ്സിന് വേണ്ടിയിട്ട് രാജീവനോട് അപേക്ഷിക്കുന്നുണ്ട്. എങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പ്രതികരണവുമില്ല. അങ്ങനെ നിധി സാന്ദ്രേച്ചിയോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ചേച്ചിയും കൂടി ചേർന്ന് എന്നെ ചതിക്കുമായിരുന്നു അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ രാജീവൻ പറയുന്നുണ്ട്, സാന്ദ്രേ, നീ പോയിട്ട് ആ സർട്ടിഫിക്കറ്റ്സ് എടുത്തുകൊണ്ട് പോയോ, എൻ്റെ ഷെൽഫിലുണ്ട് എന്ന് പറയും. അങ്ങനെ താക്കോലും പറഞ്ഞു കൊടുത്തുകൊണ്ട് സാന്ദ്ര ആ ഒരു സർട്ടിഫിക്കറ്റ്സ് നേരെ രാജീവൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കും. അത് കാണുന്ന സമയത്തിന് നിധിക്ക് ഒരുപാടധികം ആശ്വാസമാവും. ഹാവു, സമാധാനം, സർട്ടിഫിക്കറ്റ്സ് ഇപ്പം കിട്ടുമല്ലോ, കിട്ടിയ ഉടനെ തന്നെ പോവാമെന്നൊക്കെ ചിന്തിച്ച് നിൽക്കുമായിരിക്കും നിധി. അന്നേരം രാജീവനോടായിട്ട് നിധി പറയുന്നുണ്ട്, അച്ഛാ, എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് വേണം.
അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടപ്രകാരം ഞാൻ ഒരുപാടധികം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഫസ്റ്റ് റാങ്ക് ഫസ്റ്റ് ക്ലാസ്സോട് കൂടെ തന്നെ പാസ്സായത്. അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചതിൻ്റെ ഒരു ജോലി എൻ്റെ സ്വപ്നമായിരുന്നു. എനിക്ക് ആ ജോലി നേടിയെടുക്കണം, എനിക്ക് എൻ്റെ കരിയർ പടുത്തുയർത്തണം, അതിനെനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് വേണമെന്നൊക്കെ പറയും. അന്നേരം രാജീവൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാണ്, എൻ്റെ പണം കൊണ്ടാണ് ഞാൻ നിന്നെ പഠിപ്പിച്ചത്, അതുകൊണ്ട് തന്നെ ഈ സർട്ടിഫിക്കറ്റ്സ് ഞാൻ നിനക്ക് തരാം. പക്ഷേ ഒരു കാര്യം, ഒരേ ഒരു കാര്യം, ഈ സർട്ടിഫിക്കറ്റ്സും നിനക്ക് ഏറ്റവും ഉന്നതമായിട്ടുള്ള ജോലി ഞാൻ നിനക്ക് നേടിത്തരാം. പക്ഷേ നിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു താലി അത് ഇപ്പം തന്നെ നീ പൊട്ടിച്ചെറിയണം. അന്നേരം ഇത് കേൾക്കുന്ന സമയത്തിന് നിധി ആകങ്ങ് ഞെട്ടിപ്പോവാണ്. നിധി പറയുന്നുണ്ട്, ഇല്ലച്ച, എനിക്കൊരിക്കലും അതിന് പറ്റില്ല എന്ന് പറയുന്നതോടുകൂടി തന്നെ അരുൺ അങ്ങ് ദേഷ്യം വരും. അരുൺ പറയുന്നുണ്ട്, നിധി, മര്യാദക്ക് അച്ഛൻ പറയുന്നത് അനുസരിക്കുന്നതാ നിനക്ക് നല്ലത്. നീ ആ ഡ്രൈവറെ ഒഴിവാക്കി കഴിഞ്ഞാൽ നിനക്കിപ്പോഴും നല്ലൊരു ജീവിതമുണ്ട് മോളെ. സൂര്യ അവൻ ഇപ്പോഴും നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് അരുൺ അറിയാതങ്ങ് പറഞ്ഞു പോകുന്നതോടുകൂടി തന്നെ നിധി ആകെ ഷോക്കാവാണ്. രാജീവൻ അയ്യോ ഇവൻ എന്തായി ചെയ്തത് എന്നൊക്കെ മട്ടിലിങ്ങനെ കണ്ണോണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം സൂര്യ ഇപ്പോഴും തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് അറിഞ്ഞതോടുകൂടി തന്നെ നിധി ശരിക്കും അങ്ങ് തകർന്നു പോവാട്ടോ. കാരണം നിധിക്കാണെങ്കിൽ സൂര്യ അത്രമാത്രം വെറുപ്പായിരിക്കും. അതുകൊണ്ടല്ലേ ഒട്ടും ഇഷ്ടമില്ലാത്ത ആ ഒരു ഡ്രൈവർ പയ്യനെ കല്യാണം കഴിക്കാൻ പോലും നിധി തയ്യാറായത്. നിധി പറയുന്നത്, എനിക്ക് സർട്ടിഫിക്കറ്റ്സ് ഇല്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് ഏതായാലും സൂര്യയുടെ കൂടെ ജീവിക്കാൻ ഒരിക്കലും കഴിയില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് ഒളിച്ചോടിയത്. എൻ്റെ സാഹചര്യം അങ്ങനെയൊക്കെ ആവാൻ കാരണം അവനാണ് എൻ്റെ ജീവിതം തൊലച്ചത് എന്നൊക്കെ പറഞ്ഞ് കുറേയധികം സൂര്യയെ കുറ്റപ്പെടുത്തി സംസാരിക്കും. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് തന്നെ രാജീവനും അരുണിനും ഒരുപാട് അങ്ങ് ദേഷ്യം വരാണ്. കുറേയധികം രാജീവൻ അവളോട് സംസാരിച്ച് നോക്കുന്നുണ്ട്. മോളെ, ഇനിയെങ്കിലും ഞങ്ങൾ പറഞ്ഞത് നീ ഒന്ന് അനുസരിക്ക്, നിന്റെ ഭാവിക്ക് വേണ്ടി നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു നോക്കും. പക്ഷേ നിധിക്കാണെങ്കിൽ അതൊന്നും തന്നെ തലയിൽ പോലും കയറുന്നില്ല. എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് വേണം, അത് കിട്ടിയ ഉടനെ തന്നെ ഞാൻ പോകുമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കേട്ട ഉടനെ തന്നെ രാജീവൻ അങ്ങ് ദേഷ്യം വന്നു. ആ ഒരു ഫയലിൽ നിന്നും നിധിയുടെ സർട്ടിഫിക്കറ്റ്സും ID പ്രൂഫും എല്ലാം അങ്ങ് കയ്യിലെടുത്തതിന് ശേഷം ഒരു ലൈറ്റർ എടുത്തിട്ട് അതങ്ങ് കത്തിച്ച് കളയാണ്. അതിങ്ങനെ കത്തിച്ച് ചാരമാവുന്നത് കാണുന്ന സമയത്തിന് നിധി ആകെ തകർന്നു പോയി. നിധി കുറേ അധികം പറയുന്നുണ്ട്, അമ്മയെ വേണ്ട, ഒന്ന് പറയാം, അച്ഛാ വേണ്ട, പ്ലീസ് അച്ഛാ വേണ്ട, എൻ്റെ സ്വപ്നങ്ങളാണ് നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ സ്വപ്നങ്ങളാണ് നിങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നിധി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ രാജീവൻ അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ നിധി ആ സർട്ടിഫിക്കറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടി രാജീവൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്ന സമയത്തിന് ഹേമ അവളെ തടഞ്ഞു നിർത്തുകയാണ്. നിധി കുറേ അധികം അലറി വിളിച്ച് കരയുന്നുണ്ട്. അപ്പോഴേക്കും നിധിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം തന്നെ രാജീവൻ അങ്ങ് കത്തിച്ച് കളഞ്ഞിട്ടുണ്ടാവും. നിധിക്കാണെങ്കിൽ ഭയങ്കര അങ്ങ് ദേഷ്യം വന്നിട്ട് നിർത്താതെ തന്നെ തൻ്റെ അച്ഛനെയും ഏട്ടനെയും അമ്മയും ഇങ്ങനെ മാറി മാറി കുറ്റപ്പെടുത്തി സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ് നിധി. എന്നാൽ ഈ അകത്തു നിന്നുള്ള ബഹളമെല്ലാം കേട്ടുകൊണ്ട് ആ ഒരു സമയത്താകുമ്പോഴേക്കും സുധീഷ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടാവും. സുധീഷ് പുറത്തു നിന്ന് ഗേറ്റിൻ്റെ പുറത്തു നിന്ന് ബഹളം വെക്കേണ്ട, തുറക്ക് വാതിൽ തുറക്ക്, നിധി നീ ഇങ്ങോട്ടേക്ക് വായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സുധീഷ് നിർത്താതെ ഇങ്ങനെ ബഹളം വെക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ശബ്ദവും കേട്ടുകൊണ്ട് തന്നെ ഹേമയും അരുണും പുറത്തേക്ക് വരും. എടാ, നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അരുൺ ദേഷ്യപ്പെടും. അന്നേരം സുധീഷ് പറയുന്നത്, എൻ്റെ ഭാര്യയെ നിങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി, അവളെ വിട്ടു തന്നില്ല എങ്കിൽ നിങ്ങൾ വിവരമറിയും. സുധീഷ് ആവേശത്തോടെ പറഞ്ഞു. ആ ഡ്രൈവർ പയ്യൻ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അരുൺ അവനെ അടിക്കാൻ വേണ്ടി കയ്യോങ്ങിയതും സുധീഷ് ആ കയ്യങ്ങ് തടഞ്ഞു. എനിക്ക് തല്ലാൻ അറിയാഞ്ഞിട്ടില്ല, ഇത് എൻ്റെ ഭാര്യയുടെ വീടായി പോയി എന്ന് സുധീഷ് പല്ലിഞ്ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ സമയം അകത്തെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്ന നിധി സുധീഷിൻ്റെ ശബ്ദം കേട്ട് വാതിൽ ശക്തമായി തന്നെ മുട്ടി. സുധീഷ് ഏട്ടാ, എന്നെ എന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകൂ, എന്നെ രക്ഷിക്കണം, ഇവരെല്ലാം എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നിധി കരഞ്ഞു വിളിക്കാൻ തുടങ്ങി. എന്നാൽ ആ വിളി കേട്ടപ്പോൾ സുധീഷിന് സകല നിയന്ത്രണവും വിട്ടു. അവൻ മതിൽ ചാടി അകത്തേക്ക് കയറിയെന്ന് മാത്രമല്ല അരുണും സുധീഷും പിന്നെ അവിടെ വെച്ച് നല്ലൊരു മൽപ്പിടുത്തം തന്നെ നടത്തിയിരുന്നു. ഒടുവിൽ ഈ വിവരമെല്ലാം തന്നെ നികേഷ് സുഭാഷിനോട് വിളിച്ചു പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല സുഭാഷ് ഏട്ടൻ പോലീസിനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് എത്തിയിരുന്നു. സുഭാഷ് തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് പോലീസിനെ കൂട്ടി വന്നതായിരുന്നു അങ്ങോട്ടേക്ക്. ഒരു പെണ്ണിനെ അവളുടെ സമ്മതമില്ലാതെ തടഞ്ഞു വെക്കുന്നത് കുറ്റമാണ് എന്നൊക്കെ പോലീസ് പറഞ്ഞതോടുകൂടി തന്നെ ഹേമക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. വാതിൽ തുറന്നപ്പോൾ നിധി ഓടി വന്നുകൊണ്ട് തന്നെ സുഭാഷിനെയും സുധീഷിനെയും കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു. സുധീഷ് അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ആശ്വസിപ്പിച്ചു. നിധി പറയുന്നത്, സുധീഷ് ഏട്ടാ, ഇതെല്ലാം ചതിയായിരുന്നു, ഇവരെല്ലാവരും ചേർന്നിട്ട് എന്നെ ചതിക്കാനാണ് നോക്കിയത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയാണ് നിധി. മാത്രമല്ല സർട്ടിഫിക്കറ്റ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അച്ഛൻ അതെല്ലാം തന്നെ കത്തിച്ച് നശിപ്പിച്ചു എന്നൊക്കെ പറയും. എന്നാൽ അത് കേട്ടതോടുകൂടി തന്നെ സുഭാഷിനും സുധീഷിനും ആകെ ഷോക്കായിരിക്കുകയാണ്. കാരണം ഇനി നിധിയുടെ ഭാവി എന്തായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട്. നിധിയാണെങ്കിൽ ഒരുപാടധികം സ്വപ്നം കണ്ടതാണല്ലോ, തൻ്റെ കരിയർ എങ്ങനെയെങ്കിലുമൊക്കെ പടുത്തുയർത്തണമെന്നൊക്കെ. അങ്ങനെ സ്വന്തം അച്ഛൻ തന്നെ തൻ്റെ മകളുടെ സ്വപ്നമെല്ലാം തകർത്തു എന്നറിഞ്ഞതോടുകൂടി തന്നെ അതൊട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല സുധീഷിനും സുഭാഷിനും. എന്നാലും സുഭാഷ് നിധിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഇല്ലെങ്കിലും മോളുടെ കരിയറൊക്കെ നമുക്ക് പടുത്തുയർത്താമെന്നൊക്കെ പറഞ്ഞ് നിധിയെ സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നും ഇറക്കിക്കൊണ്ടുവരികയാണ്.
ഇനി വരാൻ പോകുന്നത് ഏതായാലും നല്ല സൂപ്പർ ട്വിസ്റ്റ് നിറഞ്ഞ വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ ബൈ.